എന്റെ ചേട്ടാ, ചായയിൽ പഞ്ചസാര കുറച്ചാണോ ഇടുന്നത്? ഇതൊക്കെ ബാക്കി വെച്ച് എങ്ങോട്ട് പോകാനാ? അവന്റെ ചായയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്ക ചേട്ടാ. കോൾ വരുന്നുണ്ട്. അറിയാത്ത നമ്പർ. ഹലോ ഹലോ, രോഹനാണോ സംസാരിക്കുന്നത്? നിങ്ങളുടെ അനിയൻ ഇവിടെ ഒരു അപകടമുണ്ടാക്കി. ഞാൻ സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവന് ജാമ്യം കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ 2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യുക. എന്ത് അപകടം? ആരാണ് സംസാരിക്കുന്നത്? ഞാൻ രമേശ് നഗർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ് സംസാരിക്കുന്നത്. സമയം കളയണ്ട, ഇപ്പോൾ തന്നെ പണം അയക്കുക. അല്ലെങ്കിൽ ഇവൻ ജയിലിൽ പോകുന്നതിൽ നിന്ന് ആർക്കും രക്ഷിക്കാനാകില്ല. നിങ്ങൾക്ക് ഇനി അരമണിക്കൂർ സമയമുണ്ട്. ആലോചിക്ക്. എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ അനിയനോട് സംസാരിച്ചു നോക്കൂ. ചേട്ടാ, ഞാൻ ഒന്നും ചെയ്തില്ല ചേട്ടാ, പ്ലീസ് എന്നെ രക്ഷിക്കേ. അർജുൻ, സുമിത്, എന്ത് പറ്റി? എന്റെ അനിയൻ എനിക്ക് ഇപ്പോൾ തന്നെ പണം ട്രാൻസ്ഫർ ചെയ്യണം. ഒരു മിനിറ്റ്, ആദ്യം നിന്റെ അനിയനെ ഒന്ന് വിളിക്കുക. എടാ, അവനാണ് അവിടെ കരയുന്നത്. എനിക്ക് എന്റെ അനിയന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയേ. ഒരു മിനിറ്റ്, അവനെ വിളിക്കൂ. ഒന്ന് വിളിക്കണേ. ഹലോ, നീ എവിടെയാണ്? അലിയ, ഞാൻ വീട്ടിൽ TV കാണുകയായിരുന്നു. നീ വീട്ടിലാണോ? അതെ അലിയ. ഈ സീൻ നിങ്ങൾക്ക് പരിചിതമായി തോന്നിയോ? 30 സെക്കൻഡിൽ എന്റെ സുഹൃത്ത് ഏകദേശം 2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുകയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ അപകടത്തിലാവുമ്പോൾ തലച്ചോറല്ല, ഹൃദയമാണ് പ്രവർത്തിക്കുക. തട്ടിപ്പുകാർ നിങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം ആളുകൾക്ക് അവരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ട തട്ടിപ്പുകൾ ഈ വർഷം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഈ വീഡിയോ കാണേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഞാൻ യഥാർത്ഥ കേസുകൾ പറയാം, യഥാർത്ഥ കണക്കുകളും നഷ്ടങ്ങളും ഉള്ളവ. സത്യം പറഞ്ഞാല് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കും ഇത് എനിക്കും സംഭവിക്കാമായിരുന്നു എന്ന്. പ്രത്യേക തട്ടിപ്പുകൾ കാണിക്കുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട ചിലത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്ന 3 വികാരങ്ങളുണ്ട്. ഒന്നാമതായി ഫിയർ, അതായത് ഭയം. രണ്ടാമതായി ഹേസ്റ്റ്, അതായത് തിടുക്കം. മൂന്നാമതായി ഗ്രീഡ്, അതായത് അത്യാഗ്രഹം. നിങ്ങൾ നേരിടുന്ന എല്ലാ തട്ടിപ്പും ഇതിനൊന്നെങ്കിലും പ്രകോപിപ്പിക്കും. വളരെ പുതിയ ചില യഥാർത്ഥ ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. ഒന്നാമത്തെ വികാരം ഭയം, അതായത് ഡിജിറ്റൽ ജയിൽ. ഏറ്റവും വിനാശകരമായ ഭയപ്പെടുത്തുന്ന തട്ടിപ്പിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇന്ത്യയിലെ മിക്ക മധ്യവർഗക്കാർക്കും കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് മാറി സാധാരണ ജീവിതം നയിക്കാനാണ് താല്പര്യം. തട്ടിപ്പുകാർക്ക് അതറിയാം. ഇത് കേൾക്കൂ. ബംഗളൂരുവിൽ 57 വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ സ്ത്രീ ഉണ്ടായിരുന്നു. സ്മാർട്ട്, വിദ്യാസമ്പന്നയായ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ഒരു വ്യാജ കൊറിയർ മെസ്സേജ് വന്നു. നിങ്ങളുടെ പാഴ്സലിൽ നിരോധിത വസ്തുക്കളുണ്ട്. മെസ്സേജ് അപരിചിതമായ നമ്പറിൽ നിന്നായതിനാൽ അവരത് അത്ര കാര്യമാക്കിയില്ല. എന്നാൽ പിറ്റേ ദിവസം അവർക്കൊരു വീഡിയോ കോൾ വന്നു. മുംബൈ സൈബർ പോലീസിൽ നിന്ന് യൂണിഫോം, ബാഡ്ജ്, ഔദ്യോഗികമെന്ന് തോന്നുന്ന പശ്ചാത്തലം എല്ലാം ഏതാണ്ട് സത്യമാണെന്ന് തോന്നി. അവർ പറഞ്ഞു, മാം, നിങ്ങളുടെ പേര് മണി ലോണ്ടറിംഗ് കേസിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ സഹകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഉടനടി നിയമ നടപടി ഉണ്ടാകാം. പെട്ടെന്ന് തന്നെ ഭയം തോന്നി തുടങ്ങി. ജയിലിൽ പോകുമെന്ന പേടി, മാനനഷ്ടം വരുമെന്ന പേടി, കുടുംബമോ ബന്ധുക്കളോ സമൂഹമോ അറിയുമെന്ന പേടി. 6 മാസം ഇവർക്ക് ദിവസവും വീഡിയോ കോളാമോ. മാസങ്ങളോളം വ്യാജ കോടതി നടപടികൾ നടന്നു. ഭയം ജനിപ്പിച്ചുകൊണ്ടുള്ള കടുത്ത മാനസിക പീഡനം. ഇതുകൊണ്ട് എന്തുണ്ടായി? എന്തെങ്കിലും ആശ്വാസം ലഭിക്കുമെന്ന് കരുതി അപരിചിതമായ അക്കൗണ്ടുകളിലേക്ക് 32 കോടി രൂപ മാറ്റി. 187 ഇടപാടുകൾ. ഓരോന്നിനും ക്ലിയറൻസ് ഫീസ് ആവശ്യപ്പെട്ടു. അവൾ ഒരിക്കലും വീട് വിട്ടിറങ്ങിയില്ല, ആരോടും പറഞ്ഞില്ല. നിരന്തരമായ ഭയത്തിൽ ജീവിച്ചു. ഇവർ വിദ്യാഭ്യാസമില്ലാത്ത ഒരു ഇരയായിരുന്നില്ല. ഇവർ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആയിരുന്നു. എന്നാൽ ഭയം അവരുടെ ചിന്താശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കി. ഏറ്റവും പെട്ടെന്ന് ഭയമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം പരിചിതത്വമാണ്. നിങ്ങളെക്കാൾ കൂടുതൽ AI ഇപ്പോൾ ഈ തട്ടിപ്പുകാരാണ് ഉപയോഗിക്കുന്നത്. AI വോയിസ് ക്ലോണിംഗ്, ഡീപ് ഫേക്ക് വീഡിയോകൾ തുടങ്ങിയ എല്ലാറ്റിന്റെയും സാങ്കേതിക വിദ്യ അവരുടെ പക്കലുണ്ട്. കൂടാതെ നിങ്ങളുടെയോ കുടുംബത്തിന്റെയോ വ്യക്തിഗത വിവരങ്ങളോ ഫോട്ടോയോ എടുത്ത് ദുരുപയോഗം ചെയ്ത് നിങ്ങളെ ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും അവർക്ക് കഴിയും. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, ഇന്ത്യൻ നിയമത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒന്നില്ല. യഥാർത്ഥ പോലീസോ CBIയോ ഒരിക്കലും വീഡിയോ കോളിലൂടെ നിങ്ങളോട് ബാങ്ക് വിവരങ്ങളോ പണമോ ചോദിക്കില്ല. ഈ കോളുകളിൽ നിങ്ങൾക്ക് പരിചിതമായ ശബ്ദമോ വീഡിയോയോ ആണ് കാണുന്നതെങ്കിൽ ഭയന്ന് തരിച്ചു നിൽക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. ഒരു നിമിഷം നിർത്തി ഇത് പരിശോധിക്കുക. നിങ്ങളിപ്പോൾ സ്റ്റോറിയിൽ കണ്ടതുപോലെയുള്ള മുന്നറിയിപ്പുകളാണോ ഇത്?
അടുത്തതാണ് ഹേസ്റ്റ് ബേസ്ഡ് സ്കാം. ഒരു ഫോൾസ് അർജൻസി ഉണ്ടാക്കി ഇതൊരു എമർജൻസി ആണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുക. പെട്ടെന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്കോ പ്രിയപ്പെട്ടവർക്കോ വലിയ നഷ്ടമുണ്ടാകുമെന്ന് തോന്നിപ്പിക്കും. ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെന്നാണ് അവർ പറയുന്നത്. പൂനെയിൽ 34 വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഒരു ഡാമേജ്ഡ് പ്രോഡക്റ്റിന്റെ റീഫണ്ട് കിട്ടാൻ അവൾ ആഗ്രഹിച്ചു. അവൾ ആ ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡിന്റെ കസ്റ്റമർ കെയർ നമ്പർ തപ്പിയെടുത്തു. വിളിച്ച ഉടനെ പ്രശ്നം വിശദീകരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, മാഡം, നിങ്ങളുടെ ഡാമേജ്ഡ് പ്രോഡക്റ്റ് പിക്കപ്പ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തിട്ടില്ല. റീഫണ്ട് പ്രോസസ്സ് ചെയ്യാനുള്ള അവസാന ദിവസം ഇന്നാണ്. ഇൻസ്റ്റന്റ് വെരിഫിക്കേഷനായി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത്രയും പറഞ്ഞ് അവർ ധൃതി പിടിപ്പിക്കാൻ തുടങ്ങി. റീഫണ്ട് വേണമെങ്കിൽ വേഗം ചെയ്യൂ. 30 സെക്കൻഡിനുള്ളിൽ ആപ്പ് ഡൗൺലോഡായി ഇൻസ്റ്റാൾ ചെയ്യാൻ ഡിവൈസ് ചില പെർമിഷനുകൾ ചോദിച്ചു. ധൃതിയിൽ നോക്കാതെ എല്ലാം അലൗ ചെയ്തു. പിന്നെ എന്താ സംഭവിച്ചതെന്നല്ലാമോ? ആ ആപ്പ് ഫോൺ റിമോട്ടായി ആക്സസ് ചെയ്തു. ആ ആപ്പ് ഇപ്പോൾ ഫോണിലെ എല്ലാ ആക്ടിവിറ്റികളും ട്രാക്ക് ചെയ്യുകയായിരുന്നു. ഉടൻ തന്നെ സ്കാമർമാർ ഫോണിലേക്ക് നെറ്റ് ബാങ്കിംഗ് ലോഗിൻ OTP അയച്ചു. ആപ്പ് OTP റീഡ് ചെയ്തു. 15 മിനിറ്റിനുള്ളിൽ അവരുടെ അക്കൗണ്ട് മുഴുവൻ കാലിയായി. 1.7 ലക്ഷം 15 മിനിറ്റിൽ നഷ്ടപ്പെട്ടു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും ധൃതി പിടിച്ച് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഏത് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് എപ്പോഴും വെരിഫൈ ചെയ്യുക. കൂടാതെ എക്സ്ട്രാ പെർമിഷനുകൾ കൊടുത്ത് ഒരു ആപ്പും ഡൗൺലോഡ് ചെയ്യരുത്. ഇനി നിങ്ങളുടെ അത്യാഗ്രഹത്തെ ടാർഗറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ തരം സ്കാമിലേക്ക് വരാം. ഈ സ്കാം വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. കാരണം ഇതിൽ സ്കാമർമാർ ചെറിയ ലാഭങ്ങൾ കാണിച്ച് നിങ്ങളെ വലിയൊരു കെണിയിൽ വീഴ്ത്തുന്നു. ഒരു സ്കാമിന് ഇരയായെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങൾ അതിൽ പൂർണ്ണമായും കുടുങ്ങിയിട്ടുണ്ടാകും. മുംബൈയിലെ 81 വയസ്സുള്ള ഒരു അങ്കിളിന്റെ കേസ് കേൾക്കൂ. ലീല ഗുപ്ത എന്നൊരാളിൽ നിന്നും അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. സൗഹൃദപരമായ സംഭാഷണങ്ങൾ ആരംഭിച്ചു. ആദ്യം മെസ്സഞ്ചറിലും പിന്നെ വാട്സാപ്പിലും. പിന്നീട് അവൾ അദ്ദേഹത്തിന് ഒരു ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി. $US നിക്ഷേപിച്ചാൽ ഉയർന്ന ലാഭം ലഭിക്കുമെന്ന് അവൾ പറഞ്ഞു. പതുക്കെ അവൾ അവന്റെ വിശ്വാസം നേടി. അത്യാഗ്രഹം ഉണർത്തി. 81-ലും ആർക്കാണ് അധിക വരുമാനം വേണ്ടാത്തത്? അവൾ അദ്ദേഹത്തിന് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് അയച്ചു. അതിലൊരു അക്കൗണ്ട് തുടങ്ങി. ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ അവൻ പറഞ്ഞതനുസരിച്ച് തവണകളായി പണം നിക്ഷേപിച്ചു. 40,000, 1 ലക്ഷം, 13. പ്ലാറ്റ്ഫോമിൽ $2,76,000 ബാലൻസ് കാണിച്ചു. ലാഭം വ്യക്തമായി കാണാമായിരുന്നു. സന്തോഷത്തോടെ അദ്ദേഹം 75,000 പിൻവലിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ ആ അപേക്ഷ നിരസിക്കപ്പെട്ടു. റിസ്ക് അസസ്മെന്റ് സെക്യൂരിറ്റി ഫീസായി മൊത്തം ബാലൻസിന്റെ 30% നിക്ഷേപിക്കാൻ സപ്പോർട്ട് ടീമിൽ നിന്ന് സന്ദേശം വന്നു. നിലവിലെ ലാഭം ലഭിക്കാൻ അവർ അദ്ദേഹത്തോട് 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അദ്ദേഹം മടിച്ചപ്പോൾ ഇത് സാധാരണമാണെന്ന് പറഞ്ഞ് ലീല അങ്കിളിനെ ബോധ്യപ്പെടുത്തി. അവൾ അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചു. 10 ലക്ഷം അയക്കാൻ പറഞ്ഞു. പിന്നീട് അവർ 8 ലക്ഷം കൂടി ചോദിച്ചു. അദ്ദേഹം വിസമ്മതിച്ചെങ്കിലും 40 ലക്ഷം തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും വിശ്വസിപ്പിച്ചു. എന്നാൽ അത് ഒരിക്കലും വന്നില്ല. തന്നെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും 86.9 ലക്ഷം നഷ്ടപ്പെട്ടിരുന്നു. ആ സ്ത്രീ വ്യാജമായിരുന്നു. പ്ലാറ്റ്ഫോം വ്യാജമായിരുന്നു. ലാഭവും വ്യാജമായിരുന്നു. സൈറ്റ് അപ്രത്യക്ഷമായി. വ്യക്തി ബ്ലോക്ക് ചെയ്തു. പണം നഷ്ടപ്പെട്ടു. അത്യാഗ്രഹം ഇങ്ങനെയാണ്. അപകട സൂചനകളൊന്നും കാണാനാവാത്ത വിധം അത് നിങ്ങളെ കൊടുക്കുന്നു. എന്നാൽ അവിടെയാണ് നമ്മൾ ഒരു നിമിഷം മാറി നിന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. എന്തെങ്കിലും വിശ്വസിക്കാൻ കഴിയാത്തത്ര നല്ലതാണെങ്കിൽ അത് സത്യമായിരിക്കില്ല. സാമ്പത്തിക റിസ്ക് എടുക്കുന്നതിന് മുൻപ് അത്തരം വ്യക്തികളുടെയും വെബ്സൈറ്റുകളുടെയും വിവരങ്ങൾ പരിശോധിച്ചുറപ്പാക്കുക. സൗഹൃദം സ്ഥാപിക്കുമ്പോഴും റിസ്ക് മനസ്സിലാക്കി ചെയ്യുക. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് 52,976 കോടി രൂപയാണ് സൈബർ തട്ടിപ്പുകളിലൂടെ നഷ്ടമായത്. അതായത് ഒരിക്കലും തങ്ങൾക്ക് സംഭവിക്കില്ലെന്ന് കരുതിയ ഒരു തട്ടിപ്പിലൂടെ നമ്മുടെ രാജ്യത്ത് ഓരോ മിനിറ്റിലും ഒരാൾക്ക് പണം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഇന്നത്തെ കാലത്ത് സ്കാം മാർക്കറ്റ് ട്രെൻഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശരി, ഞാൻ നിങ്ങൾക്ക് കൃത്യമായി 5 തട്ടിപ്പുകൾ പറഞ്ഞു തരാം. ആ പാറ്റേൺ തിരിച്ചറിഞ്ഞ് കെണി ഒഴിവാക്കുക. ഒന്നാമത്തെ തട്ടിപ്പ്, QR റീഫണ്ട് ക്രാപ്പ്. പ്രിയ ഉപഭോക്താവെ, നിങ്ങളുടെ റിട്ടേൺ പാഴ്സലിന്റെ 487 രൂപയുടെ റീഫണ്ട് പ്രോസസ് ചെയ്യുന്നു. റീഫണ്ട് ലഭിക്കുന്നതിനായി ഈ QR കോഡ് സ്കാൻ ചെയ്യുക. ആപ്പ് ലോഗോ ശരിയായിരുന്നു. തുകയും ചെറുതും വിശ്വസനീയവുമായിരുന്നു. പക്ഷേ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതും QR കോഡ് സ്കാൻ ചെയ്യുന്നതും ഒരുപോലെ അപകടമാണ് എന്നതാണ് ഇതിലെ കെണി. ഒരിക്കൽ പോലും ചിന്തിക്കാതെ സ്കാൻ ചെയ്യുകയോ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബാംഗ്ലൂർ ടെക്കിക്ക് കഴിഞ്ഞയാഴ്ച 89,000 നഷ്ടമായി. തനിക്ക് 20 രൂപയുടെ റീചാർജ് ലഭിക്കുമെന്ന് അയാൾ കരുതി. സുവർണ്ണ നിയമം: QR കോഡുകൾ പണമടയ്ക്കാൻ മാത്രമുള്ളതാണ്.
യഥാർത്ഥ റീഫണ്ടുകൾ നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. രണ്ടാമത്തെ തട്ടിപ്പ് അറിയാത്ത നമ്പറുകളിൽ നിന്ന് SMS, ടെലിഗ്രാം, വാട്സാപ്പ് എന്നിവ വഴി വരുന്ന അടിയന്തര KYC കൊറിയർ ലിങ്കുകളാണ്. നിങ്ങളുടെ KYC 24 മണിക്കൂറിനുള്ളിൽ അവസാനിക്കും എന്നൊരു മെസ്സേജ് വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ശാശ്വതമായി ലോക്ക് ചെയ്യപ്പെടും. ഒരു മെസ്സേജ് കാണുമ്പോൾ അത് യഥാർത്ഥമാണെന്ന് തോന്നുകയും അടിയന്തരമായി നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് കുറയുന്നു. കാരണം നിങ്ങളുടെ മനസ്സിൽ ഭയവും സംശയവും നിറയുന്നു. ബാംഗ്ലൂരിലെ ആ ആന്റി കൊറിയർ കമ്പനിയിൽ നിന്ന് വ്യാജേനെ ഒരു മെസ്സേജ് വന്നിരുന്നു. എന്നാൽ അത് വളരെ പ്രൊഫഷണലായി തോന്നിയതുകൊണ്ട് മാത്രം അവരത് സത്യമാണെന്ന് വിശ്വസിച്ചു. പെട്ടെന്ന് തന്നെ 1.2 ലക്ഷം രൂപ നഷ്ടമായി. മുന്നറിയിപ്പ്: മെസ്സേജ് അടിയന്തരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് നേരിട്ട് സന്ദർശിക്കുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. മൂന്നാമത്തെ തട്ടിപ്പ് APK ഡൗൺലോഡ് ട്രാപ്പ്. നിങ്ങൾക്ക് പലപ്പോഴും മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും, ഇൻസ്റ്റന്റ് ലോൺ അപ്രൂവ്ഡ്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യൂ എന്ന്. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, മാസം 50,000 രൂപ സമ്പാദിക്കൂ. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആപ്പ് പ്ലേ സ്റ്റോറിലില്ല, APK ഫയലായിട്ടാണ് ഉള്ളതെന്ന്. നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ ഫോണിലെ എല്ലാറ്റിന്റെയും ആക്സസ് സ്കാമർമാർക്ക് കൊടുക്കുകയാണ്. ഗുഡ്ഗാവിലെ ഒരു യഥാർത്ഥ സംഭവം. ഒരു സ്ത്രീ വർക്ക് ഫ്രം ഹോം APK ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. പിറ്റേന്ന് ആ ആപ്പ് അവരുടെ 50 കോൺടാക്റ്റുകൾക്ക് മെസ്സേജ് അയച്ചു, ഞാൻ പ്രശ്നത്തിലാണെന്ന്. ഒരു കർശന നിയമം: APK അല്ലെങ്കിൽ അപരിചിതമായ ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത്. ആപ്പ് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഇല്ലെങ്കിൽ അതൊരു കെണിയാകാം. ഇക്കാലത്ത് അപരിചിതമായ നമ്പറുകളിൽ നിന്ന് കല്യാണ കാർഡുകൾ വരെ വരാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ അതും സ്കാമർമാരുടെ പണിയാണ്. നാലാമത്തെ സ്കാം റൊമാൻസ് ടു ഇൻവെസ്റ്റ്മെന്റ്. അധികം അറിയപ്പെടാത്ത ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്പിൽ നിങ്ങൾക്കൊരു മാച്ച് ലഭിച്ചു. പ്രൊഫൈൽ ആകർഷകമായി തോന്നിയതുകൊണ്ട് നിങ്ങൾ റൈറ്റ് സ്വൈപ്പ് ചെയ്തു. ആഴ്ചകളോളം സംസാരം തുടരുന്നു. പതുക്കെ വിശ്വാസം വരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം അവർ പറയും, ഫോറക്സിൽ ഞാൻ 8 ലക്ഷം ഉണ്ടാക്കി. നിങ്ങളും ശ്രമിക്കണം. പ്രൊഫഷണലായി തോന്നുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് അയക്കും. നിങ്ങൾ 10,000 നിക്ഷേപിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ 10,000 രൂപ 15,000 ആകുന്നത് നിങ്ങൾക്ക് കാണാം. ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയ ലാഭമെന്ന് നിങ്ങൾ ചിന്തിക്കും. പിന്നെ നിങ്ങൾക്ക് അത്യാഗ്രഹം വരും. നിങ്ങൾ 10 ലക്ഷം നിക്ഷേപിച്ചു. നിങ്ങൾ പണം പിൻവലിക്കാൻ നോക്കുമ്പോൾ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം പിൻവലിക്കാൻ ചുരുങ്ങിയത് 5 ലക്ഷം രൂപ സെക്യൂരിറ്റിയായി അടയ്ക്കണമെന്ന് സൈറ്റ് പറയും. നിരാശയിലായി നിങ്ങൾ വീണ്ടും പണം നിക്ഷേപിക്കും. അവസാനം നിങ്ങളുടെ പണം കൂടുതൽ ലാഭത്തോടെ തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച്. എന്നാൽ പെട്ടെന്ന് ആ സൈറ്റ് ക്രാഷ് ആകുന്നു. കസ്റ്റമർ സപ്പോർട്ടുമായി ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിക്കും, പക്ഷേ നിങ്ങളുടെ കോൾ എടുക്കാൻ അവിടെ ആരും ഉണ്ടാകില്ല. ഇതിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പണ്ടേ മുങ്ങിയിട്ടുണ്ടാകും. 2024-25 വർഷത്തിൽ റൊമാൻസ് സ്കാമുകൾ മൂലം ഇന്ത്യക്കാർക്ക് 13.3 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മാത്രമാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവ എത്രയുണ്ടാകുമെന്ന് ആർക്കറിയാം? ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന അവസാനത്തെ ഒരു സ്കാം കൂടി പറയാം. വളരെ പ്രശസ്തമായ ഒരു ബാങ്കിലെ ജീവനക്കാരന്റെ കോൾ വരുന്നു. എന്നിട്ട് അവർ ഒരു പ്രത്യേക പോളിസിയെ കുറിച്ച് പറയുന്നു. അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ആ സെയിൽസ് ഏജന്റുമാർ നിങ്ങളോട് പറയും. ഈ പോളിസിക്ക് 50% കിഴവ് ഓഫർ ഉണ്ട്. അഡ്വാൻസ് പ്രീമിയം അടച്ച് നിങ്ങൾക്കിത് കൺഫേം ചെയ്യാം. നിങ്ങൾ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ഉടനെ ഏജന്റ് അപ്രത്യക്ഷമാകും. നിങ്ങൾ അവരുടെ ഓഫീസിലെത്തുമ്പോൾ അങ്ങനെ ഒരു പോളിസി തന്നെ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ പേരിൽ ഒരു ഏജന്റ് പോലും ഉണ്ടായിരിക്കില്ല. ഈ റെഡ് ഫ്ലാഗുകൾ എപ്പോഴും ഓർത്തിരിക്കുക. നിങ്ങൾ അന്വേഷിക്കാതെ തന്നെ ഒരു പ്രത്യേക പോളിസിയുടെ ഓഫറുമായി നിങ്ങൾക്ക് കോൾ വരികയാണെങ്കിൽ, അവർ ഉയർന്ന വരുമാനം ഉറപ്പു നൽകുന്നുണ്ടെങ്കിൽ, കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതിൽ എന്തോ തട്ടിപ്പുണ്ടെന്ന്. അവർ യാതൊരു രേഖകളും നൽകാതെ നിങ്ങളോട് അഡ്വാൻസ് പ്രീമിയം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇത് സത്യമാണെന്ന് നിങ്ങൾ ഇപ്പോഴും കരുതുന്നുണ്ടെങ്കിൽ ആ ഏജന്റിനോട് IRDAI നമ്പർ ചോദിക്കുക. ആ നമ്പർ തരാൻ അവർ മടിക്കുന്നുണ്ടെങ്കിൽ വിവരമുള്ളവർക്ക് അത് തന്നെ ധാരാളമാണ്. കൂടുതൽ ഉറപ്പിനായി നിങ്ങൾക്ക് IRDAI വെബ്സൈറ്റിൽ നിന്നും ഈ നമ്പർ പരിശോധിക്കാവുന്നതാണ്. ഒരു സുവർണ നിയമം എപ്പോഴും ഓർക്കുക: വെരിഫൈഡ് ഏജന്റുമാരിൽ നിന്നും മാത്രം ഇൻഷുറൻസ് എടുക്കുക, അല്ലെങ്കിൽ നേരിട്ട് വെബ്സൈറ്റിൽ നിന്നും എടുക്കാം. ഏജന്റ് ഒരു നല്ല ഡീൽ നൽകുകയാണെങ്കിൽ ആദ്യം IRDAI വെബ്സൈറ്റിൽ ആ നമ്പർ വെരിഫൈ ചെയ്യുക. ഏജന്റിനെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം വിശ്വസിക്കുക. നോക്കൂ, ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒരു തുടക്കം മാത്രമാണ്. എന്നാൽ ഓർക്കുക, അവബോധം മാത്രം പോരാ, നിങ്ങൾ തയ്യാറെടുക്കുകയും വേണം. ഏതൊരു പാനിക് സാഹചര്യത്തിലും ആദ്യത്തെ 2 സെക്കൻഡിൽ എല്ലാവർക്കും തലച്ചോറ് പ്രവർത്തിക്കുന്നത് നിലയ്ക്കും.
എന്നാൽ അടുത്ത കുറച്ച് നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ സ്മാർട്ടായും വേഗത്തിലും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാകാം. ഇവിടെ സമയം തന്നെയാണ് പ്രശ്നം മനസ്സിലാക്കുന്നത് പ്രധാനമാണ്, എന്നാൽ പരിഹാരം നടപ്പിലാക്കുന്നത് നിർബന്ധമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലാക്കി തന്നു, അതിനാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകാം. എന്നാൽ ബോധവൽക്കരണം മാത്രം പോരാ, നിങ്ങളെ എങ്ങനെ സുരക്ഷിതമായി നിലനിർത്താമെന്ന യഥാർത്ഥ പരിഹാരം ഭാഗം 2 വരും. അതുവരെ ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് തോന്നിയാൽ കനറ HSBC ലൈഫ് ഇൻഷുറൻസിന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഭാഗം 2 കാത്തിരിക്കുക. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് വാഗ്ദാനങ്ങളുടെ പന്താലി.